ഹലോ ഗൈസ്, ഓൾടെക് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് നമ്മൾ ടെക്കൊക്കെ വിട്ടിട്ട് വണ്ടിയെക്കുറിച്ചിട്ടുള്ള വീഡിയോസാണ് വരുന്നത്. ഇത് എൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമല്ല ഇത്തരത്തിൽ ഞാൻ ഈ ജോലികളൊക്കെ ചെയ്യുന്നത്. എൻ്റെ വണ്ടി കുറച്ചുകൂടി നീറ്റായിട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ഇതിൻ്റെ മേലെ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി എത്തിക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മളിവിടെ വണ്ടി മുഴുവനായിട്ടും പോളിഷ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇതൊരു 2 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഗ്ലോസി പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ, അതായത് പെയിൻറ്റ് ചെയ്തിട്ടുള്ള തിളങ്ങുന്ന ഭാഗങ്ങളൊക്കെ പോളിഷ് ചെയ്യാനും, രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് മാറ്റ് പോളിഷ് ചെയ്യുന്നതായിട്ടും നമുക്ക് വീഡിയോ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. 2 പോളിഷും ഞാൻ ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ 2 വീഡിയോയും ഒരുമിച്ച് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളെ വല്ലാതെ ബോറടിപ്പിക്കും. അതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കാണുക. ഇതാണ് പോളിഷിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു പോളിഷാണ് ഇത്. ഓക്കെ, വെറും 20 രൂപയാണ് ഈ ഒരു പാക്കറ്റിന് വില വരുന്നത്. ഇത് നമ്മൾക്ക് മാറ്റ് പെയിൻറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ ഉപയോഗിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫൈബർ പാർട്ടുകളിലും ഉപയോഗിക്കാം. നമ്മൾ കാറിൻ്റെയൊക്കെ ഡാഷ്ബോർഡിൽ ഉപയോഗിക്കാം. അതുപോലെ എൻ്റെ വണ്ടി V3 ആണ്. V3യിൽ ഒരുപാട് ഫൈബർ പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിൽ നല്ല ഗ്ലോസി ഫിനിഷുള്ള പെയിൻറ്റഡ് പാർട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോളിഷ് വാങ്ങിയിട്ടുള്ളത്. ഇതിനും വളരെ വില കുറവാണ്. ഇതിന് 35 രൂപ മാത്രമേ ഉള്ളൂ. 50 ml 35 രൂപ മാത്രമേ ഇതിന് വില വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പോളിഷാണ് നമ്മളിപ്പോൾ നല്ല ഗ്ലോസി ഫിനിഷിംഗ് ഉള്ള ഭാഗങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്. നല്ല ഗ്ലേസിംഗ് ഉള്ള ഭാഗത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു പോളിഷ് ഇതാണ്. ഈ ഒരു പോളിഷ് മാറ്റിന് ഉപയോഗിക്കാൻ. ഓക്കെ, ഫൈബർ പാർട്ട് മാറ്റ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാനാണിത്. ഇത് നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം, എവിടെയൊക്കെ ഉപയോഗിക്കരുത് എന്നുള്ളത് ഇതിൻ്റെ പുറകിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആകും എവിടെയൊക്കെ ഉപയോഗിക്കാം, എവിടെയൊക്കെ ഉപയോഗിക്കരുത് എന്ന്. പോളിഷ് ചെയ്യുന്നതിന് മുന്നിലായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. വണ്ടിയുടെ ബോഡി പാർട്ട് മുഴുവൻ നല്ല രീതിക്ക് ക്ലീൻ ആയിരിക്കണം. പൊടിയോ ചെറിയ മണൽത്തരികളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ നനവും ഉണ്ടാവാൻ പാടില്ല. നല്ലൊരു ഉണങ്ങിയ തുണി ഉപയോഗിച്ച് എല്ലാം തുടച്ച് എല്ലാം വൃത്തിയാക്കിയതിനു ശേഷം മാത്രം നമ്മൾക്ക് പോളിഷ് ചെയ്യുന്നതിലേക്ക് കടക്കാം. പോളിഷ് അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾക്ക് ഡ്രൈ ആവാനായിട്ട് കാത്തു നിൽക്കാം. അതിനുശേഷം മൈക്രോ ഫൈബർ ക്ലോത്തോ അതല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള കോട്ടൺ തുണിയോ ഉപയോഗിച്ച് നല്ല രീതിക്ക് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പെയിൻറ്റിനകത്തുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ പോയി വണ്ടി നമ്മൾ വാങ്ങുമ്പോൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ ആയി കിട്ടുന്നതാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു പാർട്ട് അഴിച്ചെടുത്തു. 1, 2, ഇവിടെ 1, 3, ഇവിടെ ഒരു ലോക്ക്. ഇത്രയും സാധനങ്ങൾ അഴിച്ചാൽ ഈ ഒരു പീസ് നമുക്ക് ഇളക്കിയെടുക്കാം.